പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഡോക്ടർ ദമ്പതിമാർക്കിടയിലുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികപരമായി ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ അവിടെ ഒരു ചോയ്സ് ഉണ്ട് എന്നത് സത്യമാണ് എന്ന് കരുതി നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നില്ലല്ലോ. ഖുർആനിൽ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ, തുല്യത പാലിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായി വന്നാൽ മാത്രം എന്തു ചെയ്യാം? ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. എങ്കിലും ഏറ്റവും നല്ലത് ഒരു ഭാര്യയിൽ ഒതുങ്ങലാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കെ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഈ ചോയ്സിനെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണ്. ശരിക്കും അവർക്ക് അടി കിട്ടാത്തതിൻ്റെ കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു ഭാര്യ ഇരിക്കെ, അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കെ മറ്റൊരു ഭാര്യയെ വിവാഹം ചെയ്യുന്നവർക്ക് തീർച്ചയായും അടിയുടെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഡോക്ടർ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഇവിടെ ആ സ്ത്രീ, അതായത് ഡോക്ടറായ ആ ഭാര്യ എന്ന് പറയുന്നത്, അവർ പറയുന്നത്, എന്നിൽ നിന്ന് അത്യാവശ്യം സ്വർണവും പണവും കൈപ്പറ്റി, അത് തന്നാൽ മാന്യമായ ഡിവോഴ്സിന് ഞാൻ തയ്യാറാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല എന്നാണ്. ഇതിൽ സത്യം കോടതി തീരുമാനിക്കട്ടെ. ഏതായാലും ഭാര്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫേവറുകൾ അല്ലെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടുകാർ നൽകിയ സമ്മാനങ്ങൾ വാങ്ങി അവളെ പുറങ്കാല് കൊണ്ട് അടിക്കുന്ന ചില, അവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല, ഇത്തരം നാൽക്കാലികളായ ചില പുരുഷന്മാരുണ്ട്. ഇവരെ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഒന്നിലധികം ഭാര്യമാർ ആവശ്യം വരികയാണെങ്കിൽ, അഥവാ ഒന്നുകിൽ ഈ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഉള്ള സാഹചര്യമില്ല, അപ്പോൾ ആ ഭാര്യ തന്നെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചോളൂ എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗം പോലത്തെ കാരണങ്ങളെ കൊണ്ട്, അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചോളൂ. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വന്തം ഭാര്യമാർ തന്നെ ഒരു പക്ഷേ നമുക്ക് അതിന് അനുമതി നൽകുകയോ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യും. അപ്പോഴല്ലാതെ നല്ലൊരു യുവതിയായ ഭാര്യ നമ്മുടെ അടുക്കൽ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു ഭാര്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ കൂട്ടുപിടിക്കാൻ സാധിക്കുക? ഇനി ഒരാൾക്ക് എല്ലാ ശേഷിയും ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോഴും പൂർണ്ണമായി ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തുല്യത പാലിക്കാൻ സാധിക്കുമോ? നീതി പുലർത്താൻ സാധിക്കുമോ? സമയം ഒരുപോലെ വീതിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇത് ഒരു ചോയ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതി അത് മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുന്ന മണ്ടന്മാർ ദീനിനെ കുറിച്ച് അറിയാത്തവരാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ ഈ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന കുറച്ചവന്മാരും അതുപോലെ തന്നെ ഇസ്ലാം വിരോധികളായ കുറച്ച് ആളുകളും ഇസ്ലാമിനെതിരെ കുതിര കയറാൻ ഇതൊരു ആയുധമാക്കുകയാണ്. തീർച്ചയായും ആ സഹോദരിക്ക് സംഭവിച്ചതിൽ സങ്കടമുണ്ട്, നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോടതി മുഖേനയോ മറ്റോ അത് തിരിച്ചു നൽകി അതൊക്കെ അവർക്ക് സറണ്ടർ ചെയ്ത് കൊടുത്ത്, അവർക്ക് ഇനി തുടർന്ന് ആ കുട്ടിയുടെ ഭാവിക്കും അതുപോലെ തന്നെ അവർക്ക് എന്താണോ കോമ്പൻസേഷനായി കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്ത് മാന്യമായ സെറ്റിൽമെൻറ്റിലൂടെയാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത്.